ഹലോ ഗൈസ്, ടേസ്റ്റ് ആൻഡ് ട്രാവലിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളപ്പോൾ ഇന്ന് വന്നേക്കുന്നത് മൂന്നാറിൻ്റെ കവാടമായിട്ടുള്ള നേര്യമംഗലം പാലത്തിൻ്റെ മുമ്പിലായിട്ട് നമ്മൾ നിൽക്കുന്നത്. ഇപ്പോൾ ഈ നേര്യമംഗലം പാലം കടന്നു കഴിയുമ്പോൾ ഒരു 2-3 സ്പോട്ട് നമുക്ക് ഇവിടെ ഉണ്ട്. അപ്പോൾ ആ സ്പോട്ടുകളാണ് നമ്മളിന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. നമ്മളിന്ന് മൂന്നാറിലേക്കൊന്നും പോകുന്നില്ല. ഇവിടെ ചെന്ന് കുറച്ച് പാലം കഴിയുമ്പോൾ തന്നെ റൈറ്റ് എടുത്ത് നമ്മൾ കയറി പോകണം. അവിടുത്തെ കുറച്ച് ചെറിയൊരു നല്ല അടിപൊളി ഗ്രാമങ്ങളും സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെയാണ് നമ്മളിന്ന് ഇന്നത്തെ വീട്ടിൽ കാണിച്ചു തരാൻ പോകുന്നത്. നമുക്ക് പോകാം. ബൈ. എത്ര പ്രാവശ്യം നമ്മൾ മൂന്നാർ പോയിട്ടുണ്ടെങ്കിലും മൂന്നാർ പോണ വഴിക്ക് ഈ പാലം നമ്മളെപ്പോഴും ഒരു കൗതുകത്തോടെ തന്നെ നോക്കി കാണുന്ന ഒരു പാലം തന്നെയാണ് ഉണ്ടാവും. ഓരോ പ്രാവശ്യം മൂന്നാർ പോകുമ്പോഴും ഈ പാലത്തിൻ്റെ ഭംഗി കൂടി വരുന്നതല്ലാണ്ട് കുറേ നേരം നമുക്ക് ഒരിക്കലും ഫീൽ ചെയ്തിട്ടില്ല കേട്ടോ. അതുപോലെ ഈ പാലം കയറി ഇറങ്ങി കഴിയുമ്പോൾ നമുക്കൊരു കോൺഫിഡൻസാണ് മൂന്നാർ എത്താനുള്ളൊരു കോൺഫിഡൻസ്. പക്ഷേ ഇന്ന് നമ്മൾ പോകുന്നത് മൂന്നാർക്കല്ല, അതുപോലെ ഇതുപോലെ തന്നെ ഈ ഒരു പാലത്തിനെ കുറിച്ച് പറയാനാണ് നമ്മൾ പോകുന്നത്. ഒരു ഹിഡൻ സ്പോട്ടിൽ ഒരു കുഞ്ഞ് 2 ഗ്രാമങ്ങൾ ബന്ധിപ്പിക്കുന്ന ഒരു തൂക്കുപാലത്തിൻ്റെ വിശേഷത്തിലേക്കാണ് നമ്മളിന്ന് പോകുന്നത് കേട്ടോ. അപ്പോൾ ഇനി മൂന്നാർ ട്രിപ്പ് പ്ലാൻ ചെയ്യുമ്പോൾ ഈ സ്പോട്ട് മറക്കാണ്ട് സേവ് ചെയ്ത് വെച്ചോ. ഒത്തിരി ദൂരമൊന്നുമില്ല. നമ്മുടെ നേര്യമംഗലം പാലം കയറി കഴിഞ്ഞാൽ അടുത്ത റൈറ്റ് എടുക്കുക, ഒരു 8 കിലോമീറ്റർ നേരെ നമ്മുടെ തൂക്കുപാലത്തിലേക്ക് എത്തും. ഈ തൂക്കുപാലത്തിനെ കുറിച്ച് ഞാൻ വിക്കിപീഡിയയിലൊക്കെ നോക്കിയെങ്കിലും വിക്കിപീഡിയയിലൊന്നും കണ്ടില്ല. അതുകൊണ്ട് ഇതിൻ്റെ കറക്റ്റ് ഡീറ്റെയിൽസ് ഒന്നും എനിക്കും അറിയില്ല. 2010 പണിതാണെന്ന് മാത്രമാണ് എനിക്ക് അന്വേഷിച്ചപ്പോൾ അറിയാൻ പറ്റിയത്. എന്തായാലും പോയി നോക്കി തന്നെ അറിയാം. അപ്പോൾ നേര്യമംഗലം പാലം കഴിഞ്ഞിട്ട് ഒരു 50 മീറ്റർ കഴിയുമ്പോഴത്തേക്കും നമുക്ക് റൈറ്റിലേക്ക് തിരിയാനുള്ളൊരു വഴി കിട്ടും കേട്ടോ. ഫസ്റ്റ് റൈറ്റ് തന്നെയാണ്, വേറെ അതിൻ്റെ ഇടയ്ക്ക് വേറെ റൈറ്റ് കാര്യങ്ങളൊന്നുമില്ല, ഫസ്റ്റ് റൈറ്റാണ്. അപ്പോൾ ഈ സ്ഥലത്തിൻ്റെ പേര്, അതിൻ്റെ അകത്തൊരു ഗ്രാമമുണ്ട്, അതിൻ്റെ സ്ഥലത്തിൻ്റെ പേര് കാഞ്ഞിരവേലി എന്നാണ്. അപ്പോൾ കാഞ്ഞിരവേലിയുടെ അവിടെ തന്നെ ഒരു തൂക്കുപാലം കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ സ്പോട്ടിലേക്ക് പോകാം. ഈ ഗ്രാമത്തിലേക്ക് പോണ വഴിയൊക്കെ നല്ല ഭംഗിയുള്ള വഴികളാണ് കേട്ടോ. കാരണം 2 സൈഡും കാടാണ്. ചെറിയൊരു കുഞ്ഞു വഴിയാണ് അങ്ങോട്ടേക്കുള്ളൂ. ഈ ഒറ്റ വഴിയുള്ളൂ. നമുക്ക് നേരെ സ്ട്രേറ്റ് വഴിയാണ്. നിങ്ങൾക്ക് വേറെ ഡൗട്ടോ കാര്യങ്ങളോ ഒന്നും വേണ്ട. അവിടുന്ന് റൈറ്റ് എടുത്ത് സ്ട്രേറ്റ് 8 കിലോമീറ്റർ. ഈ റോഡിലെ യാത്ര നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒന്ന് തന്നെയാണ്. കാരണം വേറൊന്നുമല്ല, ഇത്രയും വലിയൊരു കാട്ടിൽ ഈ കുഞ്ഞു വഴി കൂടെ ഒരു ഗ്രാമത്തിലേക്ക് പോകുന്ന ഒരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വല്ലാത്തൊരു സംഭവം തന്നെയാണ്. അത് നിങ്ങൾ വന്നാൽ മാത്രമാണ് നിങ്ങൾക്കത് മനസ്സിലാവുള്ളൂ, ഫീൽ ചെയ്യുള്ളൂ. വേറെ ശബ്ദങ്ങളോ അതുപോലെ വേറെ വണ്ടികളുടെ സൗണ്ടോ കാര്യങ്ങളോ ഒന്നുമില്ലാതെ കാടിനെ അറിഞ്ഞ് കാടിനെ കേട്ട് സഞ്ചരിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഒരു സ്പേസാണ് കേട്ടോ അത്. അപ്പോൾ കുറച്ച് ദൂരം അങ്ങോട്ട് കഴിയുമ്പോൾ നമ്മുടെ കാടിൻ്റെ ആ വഴി അങ്ങോട്ട് തീർന്ന് നമ്മൾ പതുക്കെ കാഞ്ഞിരവേലി എന്ന് പറഞ്ഞ സുന്ദരമായ ഗ്രാമത്തിലേക്ക് എൻ്റർ ചെയ്യും കേട്ടോ. ഇവിടെ പ്രത്യേകിച്ച് നമുക്ക് കാണാനുള്ളത് തെങ്ങ്, കൊക്കോ, റബ്ബർ അങ്ങനത്തെ കുറേ കൃഷി സ്ഥലങ്ങളൊക്കെയാണ്. ഇതെല്ലാം ഫെൻസിങ് ഇട്ട് സേഫാക്കിയും കൂടി വെച്ചിട്ടുണ്ട്, വന്യമൃഗങ്ങൾ വന്ന് നശിപ്പിക്കാണ്ടിരിക്കാനൊക്കെ ആയിട്ട്. അപ്പോൾ ഈ ചെറിയൊരു പാലം കൂടി കടന്നങ്ങ് പോയി കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ സ്പോട്ടിലേക്ക് എത്തിയിട്ടോ. അപ്പോൾ നമ്മൾ വന്ന റോഡ് ഇവിടെ തീരുവാണ്ടോ. ഇവിടെ തന്നെയാണ് നമ്മൾ തൂക്കുപാലം ഉള്ളത്. അത് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി ഇവിടെ ചെറിയൊരു ബോർഡാണ് വെച്ചേക്കുന്നത്. ഈ കാണുന്ന ബോർഡാണ് കേട്ടോ അത്. അപ്പോൾ നമ്മുടെ റോഡ് ഇവിടെ തീരുവാണ്ടോ. ഈ തീരുന്നിടത്ത് നിന്ന് നമുക്ക് റൈറ്റിലേക്കാണ് പോകേണ്ടത്, തൂക്കുപാലത്തിലേക്ക്. ഇവിടെ പ്രത്യേകം എഴുതി വെച്ചിട്ടുണ്ട് ബസ് സ്റ്റാൻഡ്, അന്യവാഹനങ്ങൾ ഇവിടെ പാർക്ക് ചെയ്തിരുന്നു. ബസ് സ്റ്റാൻഡിൽ ബസ് ഇടാനുള്ള സ്ഥലമുണ്ട്. അപ്പോൾ അവിടെ കയറ്റി ആരും വണ്ടിയൊന്നും ഇടരുത്. അപ്പോൾ നമ്മുടെ ആ മെയിൻ റൂട്ടിൽ നിന്ന് 8 കിലോമീറ്ററാണ് നമുക്ക് ഈ സ്പോട്ടിലേക്ക് വന്നത്. ഇതിൻ്റെ അപ്പുറത്തേക്ക് ഇനി വേറെ റോഡൊന്നും ഇല്ല. റോഡുണ്ട്, പക്ഷേ അങ്ങോട്ട് നമുക്ക് വണ്ടി കൊണ്ടൊന്നും പോകാൻ പറ്റില്ല. അപ്പോൾ നമ്മുടെ സ്പോട്ട് ഇവിടെയാണ്. നമുക്ക് ഇവിടെ നിന്ന് നേരെ ചെറിയൊരു ഇടവഴി ഉള്ളൂ ഇതിൽ കൂടെ അങ്ങോട്ട് പോകാൻ. നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം. ഇങ്ങനെ ഒളിച്ചിരിക്കുന്ന ഒരു ഹാങ്ങിങ് ബ്രിഡ്ജ് നിങ്ങൾ എവിടെയെങ്കിലും കണ്ടോ? ഈ ഹാങ്ങിങ് ബ്രിഡ്ജിലേക്ക് പോണ വഴിയാണ് ഈ കാണുന്നത് കേട്ടോ. ഒരു തൂക്കുപാലം അവിടെ ഉണ്ടെന്ന് കണ്ടാൽ പറയില്ല, അത്രയ്ക്ക് അറ്റ്മോസ്ഫിയർ. നമ്മൾ നാട്ടുമ്പുറത്തോട്ട് പോകേണ്ട അറ്റ്മോസ്ഫിയർ കണ്ടേ. നമ്മളൊരു ടൂറിസ്റ്റ് പ്ലേസിലേക്ക് പോകണ പോലെ ഇല്ലെങ്കിലും പക്ഷെ ഒരു ഗ്രാമത്തിൻ്റെ അതായത് പഴയ ഒരു സെറ്റപ്പില്ല, ചെറിയൊരു ഇടഞ്ഞ വഴിയൊക്കെ കേട്ടോ. നല്ല അടിപൊളിയാണ് ഇതിൽ കൂടെ പോകാനൊക്കെ. ഇപ്പോൾ ഈ ഇടവഴി തീർന്നിടത്തൊരു സ്റ്റെപ്പൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെയാണ് ഹാങ്ങിങ് ബ്രിഡ്ജിൻ്റെ കാലും പോയിട്ട് ആ കയറ് കൊണ്ട് കൊടുത്താണ്. ഇവിടെ നോക്കിയാൽ കാണാൻ പറ്റില്ല കേട്ടോ, മൊത്തം മരം കാരണം ആ ബ്രിഡ്ജ് കാണാൻ പറ്റില്ല. നമുക്ക് ചൂട് അകത്തേക്ക് ഒരു പോയി നോക്കണം. ഇത് ഹാങ്ങിങ് ബ്രിഡ്ജിലേക്കുള്ളൊരു എൻട്രി ആണ് ഈ കാണുന്നത്. ഇത്രയുള്ള ചെറിയൊരു സ്റ്റെപ്പാണ് ഇവിടെ കൊടുത്താണ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ എൻട്രിയിലേക്ക് വന്ന സ്ഥലമൊക്കെ കണ്ടോ, ഒരു കുഞ്ഞ് ഇടവഴി കേട്ടോ. കണ്ടാൽ പറയില്ല ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആണെന്നോ ഒരു ഹാങ്ങിങ് ബ്രിഡ്ജ് ഇവിടെ ഉണ്ടെന്നോ ഒന്നും നമുക്ക് കണ്ടാൽ അങ്ങനെ പെട്ടെന്നൊന്നും മനസ്സിലാവില്ല. പക്ഷേ ഈ പ്രകൃതി രമണീയമായിട്ടെന്നൊക്കെ പറഞ്ഞ കൂട്ട് ഗ്രാമത്തിൻ്റെ ഒരു ഭംഗിയൊക്കെ ആസ്വദിച്ച് ഈ ചൂടത്തുനിന്ന് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്കൊരു കൂളിംഗ് ഫീലിംഗ് ആണ്. അത്രയ്ക്ക് ചൂടൊന്നും ഇവിടെ ഇല്ല, നല്ല അടിപൊളി ക്ലൈമറ്റാണ് ഇവിടെ. ഫുള്ള് മരമൊക്കെ ആയതുകൊണ്ട് നല്ല രസമാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഹാങ്ങിങ് ബ്രിഡ്ജിൻ്റെ എൻട്രി.
ഈ പാലം പണിത് 2010-ലാണ്. ഈ പാലത്തിന് വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇടുക്കി ജില്ലേനെയും എറണാകുളം ജില്ലയിലും ബന്ധിപ്പിക്കുന്ന ഒരേ ഒരു തൂക്കുപാലം കൂടിയാണ് അത്. 2010 പണി കഴിപ്പിച്ച ഈ തൂക്കുപാലം 3 വർഷം കഴിഞ്ഞ് കഴിയുമ്പോൾ സഞ്ചാരയോഗ്യമല്ലാണ്ടാവുകയും പിന്നെ കുറേ പ്രതിഷേധങ്ങളും നാട്ടുകാരുടെ കുറേ പേരുടെ പ്രയത്നങ്ങളും കൊണ്ട് ഇപ്പോൾ കാണുന്ന ഈ നിലയിലേക്ക് എത്തിച്ചേടും. ഈ പാലത്തിനെക്കുറിച്ച് വിക്കിപീഡിയയിലോ ഗൂഗിളിലോ ഒന്നും ഇതിൻ്റെ ചരിത്രങ്ങളോ കാര്യങ്ങളോ ഒന്നും പറയാത്തതുകൊണ്ട് തന്നെ എനിക്കും വലിയ കാര്യമായിട്ടൊന്നും പറഞ്ഞു തരാൻ അറിയില്ല ഇതിനെക്കുറിച്ച്. ഇവിടെ വെക്കേഷനൊക്കെ ആയിട്ട് ഫുട്ബോളൊക്കെ കളിക്കാൻ വേണ്ടി ഇഷ്ടംപോലെ പിള്ളേർ വന്നിട്ടുണ്ട് കേട്ടോ. എന്തായാലും വെള്ളമില്ലാത്ത കാരണം നല്ല അടിപൊളി ഗ്രൗണ്ട് കിട്ടിയിട്ടുണ്ട് അവർക്ക്. അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് പെരിയാറിൻ്റെ ഒത്ത നടക്കാൻ കേട്ടോ. ഈ ഒരു തൂക്കുപാലത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നല്ല അടിപൊളി വൈബ് സ്ഥലമാണ്. കാരണം ഇതുപോലെ ഒരു മലയും കാര്യങ്ങളും ഒക്കെ ആയിട്ട് അത് വനത്തിൻ്റെ സൈഡിൽ നല്ല അടിപൊളി വ്യൂ ആണ്. നമ്മളിപ്പോൾ ഒരു ദിവസം എൻജോയ് ചെയ്യാൻ വേണ്ടി ഇപ്പോൾ മൂന്നാർക്ക് പോകുന്നവർക്ക് ജസ്റ്റ് ഒന്ന് കയറി കണ്ടിട്ട് പോകാനുള്ളൊരു സ്പേസൊക്കെ ഉള്ളൂ, ദൂരമൊക്കെ ഉള്ളൂ ഇവിടെ. വേനൽക്കാലമായ നമ്മുടെ പുഴകളുടെ അവസ്ഥ ഇതാണ്. പിന്നെ ഒരു മണൽക്കൂമ്പാരം മാത്രമാണ് കാണുള്ളൂ. അതുകൊണ്ട് ഇതുപോലെ കുട്ടികൾക്കെങ്കിലും ഉപകാരപ്പെടട്ടേ. വെറുതെ കിടക്കുന്ന മണൽ വാരാൻ സർക്കാരോ സമ്മതിക്കുന്നില്ല. അടുത്ത മഴവെള്ളത്തിനറിയാം ആരൊക്കെ ഒലിച്ചു പോകുമ്പോൾ എവിടെയൊക്കെ വെള്ളം കയറും എന്നുള്ളത്. അപ്പോൾ ഞങ്ങൾ നടന്നത് ഇടുക്കി എത്താറായിട്ടോ. ഈ പാലത്തിൻ്റെ പ്രത്യേകത ഉണ്ടോ, അപ്പുറം കാട്ടിൽ നിന്ന് ഇറങ്ങി വന്നേ കൂട്ടില്ലേ നോക്കി, അപ്പുറത്തെ എൻ്റെ നമുക്ക് കാണാൻ കൂടി പറ്റണില്ല. അതൊരു പ്രത്യേക ഭംഗി തന്നെയാണ്. അത് നിങ്ങളിവിടെ വന്ന് കണ്ടറിയേണ്ട ഒരു ഭംഗി തന്നെയാണ് കേട്ടോ. കണ്ടോ, നേരെ കാടിനകത്തേക്കൊരു ബ്രിഡ്ജ്. അപ്പോൾ ഈ തൂക്കുപാലത്തിൻ്റെ ഒരു സൈഡ് തീർന്നത് ഇവിടെയാണ് കേട്ടോ. ഈ സൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കട്ടപ്പനകുമ്പളി പോകുന്ന നീണ്ടപാറ സൈഡിലേക്കാണ് ഈ ഇവിടെ നിന്ന് നമുക്ക് ഒരു എൻട്രി ഉള്ളത്. അതിൻ്റെ അപ്പുറ സൈഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ മൂന്നാർ പോകുന്ന റൂട്ട് നേരുമംഗലം സ്ഥലത്ത് ആ സൈഡിലേക്ക് നമ്മളിപ്പോൾ വന്ന വഴിയില്ലേ, നേരുമംഗലം പാലം കഴിഞ്ഞ് റൈറ്റ് എടുത്ത് വന്ന വഴിയാണ്. അപ്പോൾ ഈ രണ്ട് സ്ഥലങ്ങളെയും യോജിപ്പിക്കുന്ന ഒരു പാലമാണിത്. ഇനിയിപ്പോൾ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ എവിടെ പാലം എന്നൊന്നും നമുക്കറിയാം. നമ്മൾ വന്ന വഴിക്ക് പിന്നെ ആ നാട്ടിൽ നേരുമംഗലം മെയിൻ പാലം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഈ ഒരു പാലം എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഇവിടുത്തെ ആൾക്കാർക്കും അവിടുത്തെ ആൾക്കാർക്കും നമ്മളൊരു കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് എന്തായാലും വന്ന് എൻജോയ് ചെയ്യാൻ പറ്റിയ സ്പേസാണ് കേട്ടോ. കാരണം വലിയ തിരക്കോ കാര്യങ്ങളോ ഒന്നും ഇല്ല കണ്ടോ, വിജനമായിട്ട് കിടക്കുന്നത്. ഒത്തിരി ആൾക്കാർ അവിടെ അറിഞ്ഞു വന്നിട്ടില്ല എന്നുള്ളതാണ് മെയിനായിട്ടുള്ള കാര്യം. അതുപോലെ നിങ്ങൾ വരുമ്പോൾ എപ്പോഴും ഒന്ന് രാവിലെ അല്ലെങ്കിൽ വൈകിട്ടൊക്കെ ആകുമ്പോഴത്തേക്കും വരാൻ ശ്രദ്ധിക്കുക. ഈ ഒത്തിരി വെയിലത്തൊക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഭയങ്കര ഇതായിരിക്കും. അപ്പോൾ ടൈമിംഗ് ഒന്ന് എപ്പോഴും ശ്രദ്ധിക്കണം കേട്ടോ. അതുപോലെ വൈകിട്ട് വന്നവർ നേരത്തെ ഇറങ്ങി പോകാനും കൂടി ശ്രദ്ധിക്കണം. കാരണം ആനയും സംഭവം നമ്മൾ ആദ്യം വന്നപ്പോൾ ഫെൻസിങ്ങൊക്കെ കണ്ടില്ലേ, വന്യമൃഗങ്ങളൊക്കെ ഇറങ്ങുന്ന സ്ഥലമാണ്. അപ്പോൾ വൈകിട്ട് വന്നവർ നേരത്തെ പോകാനും കൂടി നോക്കണം കേട്ടോ. ഈ ഹാങ് ബ്രിഡ്ജിൻ്റെ താഴത്താണ് കേട്ടോ. ഈ താഴത്തെന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഇവിടെ നല്ല അടിപൊളി കോട്ടുണ്ട്. വെക്കേഷനായിട്ട് പിള്ളേർ ഫുട്ബോൾ കളിയൊക്കെ അടിപൊളിയായിട്ട് ഇവിടുന്ന് കളിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഈ കോട്ട് ഉണ്ടാവാനുള്ള മെയിൻ കാരണം നമ്മുടെ മണലെടുപ്പൊക്കെ നിന്നുകൊണ്ടാണ് കേട്ടോ. ഈ മണലെടുപ്പ് നിന്നതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ മണലെടുപ്പ് നിന്നത് വലിയൊരു പ്രശ്നം തന്നെയാണ്. നമുക്കിപ്പോൾ അടുത്ത മഴക്കാലമൊക്കെ വരുമ്പോഴത്തേക്കും വെള്ളം കരയിൽ കയറി ഒഴുകാൻ തുടങ്ങും. വെള്ളത്തിന് ഒഴുകാനുള്ള സ്പേസോ കാര്യങ്ങളോ ഒന്നും ഇവിടെ ഇല്ല. ഇപ്പോൾ എന്തായാലും അതുകൊണ്ടൊരു ഗുണം കിട്ടിയത് ഇവർക്കുമാർക്കാണ്. നല്ല അടിപൊളിയായിട്ടാണ് വൈകുന്നേരം നല്ല അടിപൊളിയായിട്ട് എൻജോയ് ചെയ്ത് കളിക്കാനൊക്കെ പറ്റിയ സ്പോട്ടാണ് ഇവിടെ. ഫ്രണ്ട്സിൻ്റെ കൂടെയാണെങ്കിലും ഫാമിലിയുടെ കൂടെയാണെങ്കിലും വന്നിരിക്കാൻ പറ്റിയ സ്പോട്ട് കൂടെയാണ് കേട്ടോ. ഇവിടെ ഈ ഇല്ലിയുടെയൊക്കെ ചുവട്ടിൽ തണുപ്പെന്ന് പറഞ്ഞാൽ നല്ല രസമാണ്. അവിടെ കുറേ ഇരുന്ന് സംസാരിക്കാനൊക്കെ ആയിട്ട്. അതുപോലെ തന്നെ നമുക്ക് താഴത്തേക്ക് ഇറങ്ങണമെങ്കിൽ താഴത്തേക്ക് ഇറങ്ങാനുള്ള സ്പേസ് കൂടി ഉണ്ട്. എപ്പോഴും നിങ്ങൾ ടൈം ഒന്ന് ശ്രദ്ധിക്കുക. ഉച്ചയ്ക്കൊന്നും ഒരു കാരണവശാലും വന്നേക്കരുത്. മണലൊക്കെ ചുട്ട് പഴുത്ത് കിടക്കുമായിരിക്കും. ഇത് ഇപ്പോൾ ഇവിടെ നിന്നുള്ളൊരു വ്യൂ എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി വ്യൂ ആണ്. ആ മലയും ഈ സാധനങ്ങളും ഫുള്ള് നമുക്ക് ആ ബ്രിഡ്ജ് ഫുള്ള് നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റും. നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ഇതിൻ്റെ അപ്പുറത്ത് നേരുമെങ്കിലും അവിടെ നീണ്ടപാറയാണ് കേട്ടോ. ഇത് ഇപ്പോൾ നമ്മൾ ഈ വെള്ളം ഇങ്ങനെ കുറഞ്ഞു എന്നും പറഞ്ഞ് ചെറിയ കൈവഴികളായിട്ടൊക്കെ ഒഴുകുണ്ട്. നിങ്ങൾ വന്ന് ഇറങ്ങാനൊന്നും നിൽക്കരുത്. ഇറങ്ങുന്നത് കുറച്ച് ഡേഞ്ചറൊക്കെയാണ്. ഡേഞ്ചർ എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാമുള്ള സ്ഥലത്ത് ഒരു കാരണവശാലും ഒന്നും നമ്മൾ ഇറങ്ങാനൊന്നും നിൽക്കാൻ ചെയ്യരുത്. അതുപോലെ നിങ്ങൾ വരുമ്പോൾ ഒരു കുപ്പി വെള്ളമൊക്കെ ആയിട്ട് വരുവാണെങ്കിൽ നല്ലതായിരിക്കും. പിന്നെ വേറെ പറയാനുള്ളത് എല്ലാ വീഡിയോയിലും പറഞ്ഞ പോലെ തന്നെ നമ്മുടെ വേസ്റ്റ് നമ്മുടെ ഉത്തരവാദിത്തമാണ്. അത് നമ്മൾ പോകുമ്പോൾ നമ്മൾ തന്നെ എടുത്തുകൊണ്ട് പോവുക. ഒരു കാരണവശാലും ഇവിടെ ഡംപ് ചെയ്യാൻ നിൽക്കരുത്. അപ്പോൾ ഇതുപോലെ എനിക്കിപ്പോൾ വൈകുന്നേരം വന്നപ്പോൾ എനിക്ക് സ്പേസ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഈ കളി ബാക്ക്ഗ്രൗണ്ടിൽ ഈ കളിയാണെങ്കിലും അതുപോലെ ഈ ഒരു ലൈറ്റിൽ ഈ ഒരു സ്പേസ് കാണാൻ നല്ല അടിപൊളി ലുക്കാണ്. നമുക്ക് എപ്പോഴും എൻജോയ് ചെയ്യാൻ പറ്റുന്നുള്ളൊരു സ്പേസാണ്. അപ്പോൾ ഫാമിലിയായിട്ടും ഫ്രണ്ട്സായിട്ടും ഒരു ദിവസം വരിക, എൻജോയ് ചെയ്യുക, പോവുക. പിള്ളേർ ഇവിടെ പവറായിട്ട് കളിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അതുപോലെ ഇതേ മേളിൽ ഗ്യാലറിയിൽ നിന്ന് കാണുന്ന കൂട്ടാണ്. ഇതുണ്ടോ മേളിൽ ഇരിക്കുന്നുണ്ടോ, നമ്മുടെ തൂക്കാലത്തിൽ കയറി ഇരിക്കണ്ട കേട്ടോ പിള്ളേർ. അപ്പോൾ പിള്ളേർ നല്ല വൈബായിട്ടൊക്കെ കളിച്ചുകൊണ്ടിരിക്കുന്നു. ഇതുണ്ടോ ആനപ്പിണ്ടൊക്കെ ഉണ്ട്. ഇപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ വൈകിട്ട് വന്നവർ എപ്പോഴും നേരത്തെ പോകാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ നേരത്തെ പോകണം. നമ്മളും വൈകിട്ടായി പോകാൻ നേരം. അപ്പോൾ ഇരുട്ടായി തുടങ്ങി. അപ്പോൾ നമ്മൾ നേരത്തെ പോകണം. ആനയൊക്കെ ഇറങ്ങി വട്ടം നിന്ന് പിന്നെ പോകാൻ വേറെ ഒരു വഴിയില്ല, ആ ഒറ്റ വഴിയുള്ളൂ. അപ്പോൾ മൂന്നാർ പോകണവർ ജസ്റ്റ് ഒരു 8 കിലോമീറ്റർ അവിടെ നിന്ന് കയറി ഒന്ന് കണ്ടിട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു നഷ്ടം വരാൻ പോണില്ല. നല്ല അടിപൊളി സ്പേസാണ്. അപ്പോൾ നമുക്ക് പുതിയ വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും